പള്ളിയിലച്ചന്മാരുടെ തിരുവസ്ത്രത്തിലൊന്ന് തൊടാൻ വേണ്ടി കൂട്ടുകാരായിട്ട് മത്സരിച്ചേർന്ന ആ പയ്യൻ പിന്നീട് ഒരു അൾത്താരബാലനായി. അവിടെ നിന്ന് ഫാദർ എഡ്വിൻ കൊമ്പനിലേക്കുള്ള യാത്ര അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പലപ്പോഴും ആ യാത്ര അവഗണനയും സങ്കടങ്ങളും മാറ്റി നിർത്തലുകളും ഒഴിവാക്കലുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു. പക്ഷെ അതേസമയം കർത്താവിന്റെ വലിയൊരു തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു. തിരുപ്പട്ടത്തിന്റെ ദിവസം അഭിവന്യ പിതാവിനെയും നിയുക്ത വൈദികനായ മിശംശാന എഡ്വിൻ കൊമ്പനെയും സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത്. അവിടെ നിന്ന് പിതാവിന്റെയും ബന്ധുജനങ്ങളുടെയും മറ്റ് ഇടവകക്കാരുടെയും കൂടെ പ്രദക്ഷിണായിട്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം പിതാവിനൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തി പിതാവും ഡീക്കനും മറ്റു വൈദികരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിയിലേക്ക് പ്രദക്ഷിണമായിട്ട് പ്രവേശിക്കുന്നു. ആ അൽത്താരയ്ക്കരികിൽ ഞങ്ങൾ എല്ലാവരും നിന്നത് ഒരു ആത്മീയ ആനന്ദ നിറവിലായിരുന്നു. ഒരു ഇടവക മുഴുവന്റെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ 12 വർഷത്തെ കാത്തിരിപ്പിന്റെ ഒരു പൂർണ്ണത വരുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് യേശു പറയുന്നതിനെ അനുസ്മരിച്ച് തിരുത്തളിയിക്കൽ കർമ്മമായിരുന്നു ആദ്യം. ഒരുപാട് പ്രതീക്ഷകളോടെ പെറ്റുപോറ്റിയ മകനെ അൽത്താരയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഗ്രഹിക്കുന്ന ചടങ്ങായിരുന്നു അടുത്തത്. സത്യം പറഞ്ഞ പേപ്പനും മേമയും കരഞ്ഞില്ലെങ്കിലും ഞങ്ങള് ഭയങ്കര കരച്ചിലായിരുന്നു. വിഷമം കൊണ്ടല്ല, പക്ഷെ വല്ലാത്തൊരു സന്തോഷത്തിന്റെ ഒരു കരച്ചിലായിരുന്നു അത്. പിന്നീട് പിതാവിന്റെ കൈവെപ്പ് പ്രാർത്ഥനയും മുടി മുറിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ലൗകിക മോഹങ്ങളും കാര്യങ്ങളൊക്കെ നീക്കിക്കളയട്ടെ എന്നുള്ളതിന്റെ പ്രതീകമാണ് ഈ ഒരു മുടിമുറിക്കൽ ചടങ്ങായിരുന്നത്. അതിനുശേഷം അൾത്താരനെ ചുംബിക്കുകയും ബലിപീഠത്തെ ചുംബിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് തിരുവസ്ത്രം സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത്. തുടർന്ന് സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. നവവൈദികൻ മുട്ടുകുത്തി നിൽക്കുന്നു. സുവിശേഷം പഠിക്കുക, ജീവിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, ഇവ പുരോഹിതന്റെ പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ്. സുവിശേഷം തന്നെയാണ് പുരോഹിതന്റെ ജീവിത നിയമവും. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് നവവൈദികനെ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തികേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തൈലാഭിഷേകം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക പതിവായിരുന്നു. വൈദികൻ സഭാസേവനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇത് അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ഇപ്പോൾ നവവൈദികന്റെ നെറ്റിയിലും കൈകളിലും വിശുദ്ധ മൂറോൻ കൊണ്ട് കുരിശടയാളം വരയ്ക്കുന്നു. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി എഡ്വിൻ തോമസ് കൊമ്പൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും മെയ് 1 നടന്ന ഈ ചടങ്ങ് ഇത്രയും വൈകി അപ്ലോഡ് ചെയ്യേണ്ടി വന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണ്, ഓഗസ്റ്റ് 17. ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഈ സമയത്ത് ബഹുമാനപ്പെട്ട നവവൈദികൻ അതിവിശിഷ്ട ദാനം നൽകിയ ദൈവത്തോട് അദ്ദേഹത്തെ എന്നും കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 28 വർഷങ്ങൾ തന്റെ ഉള്ളംകൈയിൽ എന്നെ കാത്തു സൂക്ഷിച്ച് ഇന്നേ ദിവസം അരെ ചെറിയൊരു നന്ദി പ്രസംഗത്തിന് ശേഷം കുർബാന തുടർന്നു. കാഴ്ച സമർപ്പണത്തിന്റെ താലം അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് അച്ഛൻ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം എന്റെ സ്വന്തം ആങ്ങള എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അൾത്താരയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം, സന്തോഷമൊക്കെ അതൊരു വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ എല്ലാ ജനങ്ങൾക്കും, ഞങ്ങൾ ബന്ധുക്കൾക്കും എല്ലാവർക്കും ഇതേ ഒരു ഫീൽ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക മനസ്സിൽ. വളരെ ചെറുപ്പം മുതൽ ഞാൻ കണ്ട സ്വപ്ന
നവവൈദികന്റെ കൈ ചുംബിക്കുന്ന ചടങ്ങായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പുതുതായി പൗരോഹിത്യ വരം ലഭിച്ച കൈകൾ ചുംബിക്കുക എന്നത് ഒരു അനുഗ്രഹമാണ് നമ്മളുടെ കത്തോലിക്ക സഭയിൽ. അതിനുശേഷം ഇടവകപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്നേഹവിരുന്നിന് ശേഷം എല്ലാവരും തിരിച്ചു മടങ്ങി. ഇപ്പൊ കാണുന്നത് നവവൈദികനെ വീട്ടിലേക്ക് സ്വീകരിച്ച് കയറ്റുന്നതാണ്. കൈമ പിടിച്ച് കൊണ്ടോയിക്കോ, കൈമ പിടിച്ച് കേറ്റ്. ഒരിക്കൽ കൂടി തമ്പുരാന് നന്ദി പറഞ്ഞിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്ത് തിരുപ്പട്ട ആഘോഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു. Bless you. May the good God bless you. May the good God bless you, dear Father. May the bless to you. May the good God bless you. May the good God bless you. May the good God bless you, dear Father. May the good God bless you. തുടർന്ന് മെയ് 4-ാം തീയതി ഇടവക ദിനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നവവൈദികന്റെ സ്വീകരണത്തിനോടനുബന്ധിച്ച് അച്ഛന്റെ മാതാപിതാക്കളെ അനുമോദിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു.